ഹായ് ഹായ് ഹായ്. ഒരു 6 മാസം മുന്നേ ഞാൻ തുർക്കിക്കൊരു ട്രിപ്പ് പോയി, അഞ്ചാലിയേക്ക്. അപ്പം എനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്തു വെക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അന്ന് കുറേ റാൻഡം വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു യാത്രാ വിവരണം പോലെ എല്ലാം കൂടി ചേർത്തിട്ടൊരു വീഡിയോ അങ്ങോട്ട് ആക്കാന്ന്. അപ്പം അന്ന് അങ്ങനെ വെറുതെ എടുത്തോണ്ട് ഇൻട്രോ ഒന്നും എടുത്തില്ല. അപ്പം ഇതാണ് എൻ്റെ ഇൻട്രോ. ഓക്കെ, സോ വെൽക്കം ടു MJ അഞ്ചാലിയ വ്ലോഗ്. അഞ്ചാലിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മരം നിറച്ച് മുല്ലപ്പൂ. മുല്ലപ്പൂന്റെ മരമല്ല, ഓറഞ്ച് മരം. ഫ്ലാഷ് ബാക്ക്. നാട്ടിലത്തെ മുല്ലപ്പൂ പോലത്തെ ഒരു തുർക്കിപ്പൂ കണ്ടുപിടിച്ചു. മുല്ലപ്പൂ തന്നെ അങ്ങടില്ല ഇങ്ങടില്ല, ഇങ്ങടില്ല അങ്ങടില്ല. ഞാൻ വിചാരിച്ചു ഇന്നലെ കണ്ടപ്പോഴേ ആരോ ഓറഞ്ച് പറിച്ച് മരത്തിൽ വെച്ചു. എന്താലേ, എന്ത് ലൈഫാലേ. റോഡിൽ കൂടെ ട്രെയിൻ പോകും. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് പാർക്കാണ്. കുറച്ച് മരതക ഭംഗിയും ഇന്ദ്രനീലിമയൊക്കെ കൂടുതലുണ്ടെന്നല്ലോ. ഇതാണ് ആ പാർക്ക്. സോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ലോക്കി വെള്ളിയാങ്കൽ പാർക്ക്. ഞാൻ പോട്ടെട്ടോ. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അപ്പാപ്പൻ വന്നിട്ട് ഇന്ത്യക്കാരാണോന്നൊക്കെ ചോദിച്ചിട്ട് ആ അപ്പാപ്പൻ നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയുടെ റേഡിയോയിൽ ടർക്കിഷ് സോങ് വെച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി അത് മാറ്റിയിട്ട് ഹിന്ദി പാട്ടൊക്കെ വെച്ചോണ്ട്. ഏത് പാട്ടാ വെച്ചോ? ഹിന്ദി. സോ സ്വീറ്റ് അപ്പാപ്പൻ, വി ലൈക്ക് ദാറ്റ് അപ്പാപ്പൻ. എൻ്റെ അപ്പാപ്പൻ ഞങ്ങൾക്ക് 2 മിഠായി തന്നു. 2 മിഠായിസ്. Thank you. So much. Thank you. Nice to meet you. God bless you. ഇങ്ങനെ കണ്ട എസ്തെറ്റിക് തെരുവൊക്കെ തപ്പി അവസാനം എത്തിയൊരു തെരുവാണിത്. എസ്തെറ്റിക് ഇൻഡീഡ്. അന്ന് കുറേ തിന്നു. അപ്പോൾ കുറച്ച് ഡേ 1 തീറ്റ വീഡിയോസ് ആണ്. ഇതാണ് ഇവിടുത്തെ MP രാജേഷ് സ്മാരക ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ഓട്ടുപാത്രത്തിന്റെ കട. അഞ്ചാലിയിലെ ബസ് കാത്തു നിൽക്കാം. ബസ്സിലെ പെട്ടെന്ന് നമ്മുടെ ഡ്രൈവറും അപ്പുറത്തെ വണ്ടിയിലെ ചേച്ചിയും തമ്മിൽ ഒരേ അടി. പുള്ളി തലയൊക്കെ പുറത്തിട്ട് അവർ തല്ലാനൊക്കെ പോയി. ഒരു ബഹളായിപ്പോയി ആകെ. നമ്മൾ ട്രാം കാത്ത് നിൽക്കുകയാണല്ലോ. നമ്മൾ ടാസി കാന്യോണിലേക്ക് പോവാണ്. ഫ്ലജൻസിന് പോണം എന്നാണ് വിചാരിക്കുന്നത്. പോണ്ടേ? ഇവിടുത്തെ എല്ലാ വെള്ളവും ഇങ്ങനെ നീല കളറാണല്ലോ. അപ്പം നമ്മുടെ 2ാമത്തെ ദിവസം ഒരു അഡ്വഞ്ചർ ഡേ ആയിരുന്നു. സിപ്പ് ലൈനും റാഫ്റ്റിങ്ങും എല്ലാ പരിപാടിക്കും കൂടിയിട്ട് പോകും. അപ്പം നമ്മൾ ഈ കാനിയൻ ആദ്യം ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതൊരു മലയുടെ മേലാണ്. നാട്ടിലെ KSRTC ബസ് ഓടിക്കുന്ന പോലെയാണ് ഈ വണ്ടിയുടെ ഡ്രൈവർ തോന്നിയ പോലെ ഓടിച്ചുകൊണ്ടിരിക്കണേ. കഷ്ടപ്പെട്ട് പിടിച്ചിരുന്നു. എല്ലാവരും അവിടെ ഇവിടെ ഇടിച്ച് വീഴാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വ്യൂ എല്ലാം അടിപൊളി ആയതുകൊണ്ട് നമ്മളെല്ലാം കണ്ട് സഹിച്ചിരുന്നു. ഇനി കാണിച്ചു തരാൻ പോണത് നമ്മുടെ സംഭവബഹുലമായ ഓഫ് റോഡ് ട്രക്കിംഗ് ആണ്. ട്രക്ക് ചെയ്ത് ഒരുത്തന്നെ ഫോൺ വരെ തെറിച്ചു പോയി. അത്ര സംഭവബഹുലം. കുളം, കര, പൊടി, കടൽ എല്ലാ സ്ഥലത്തു കൂടെ അവർ ആ ജീപ്പ് കയറ്റി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മല്ലിടലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തൃപ്തിയായി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മള് അഞ്ചാലിയിൽ ഒരു ബസ്സിൽ കയറിയിട്ടിരിക്കുക. അപ്പൊ മക്കളെ പോകാൻ വേണ്ടിട്ട് എന്തിന് കയറാൻ. ഇപ്പൊ സമയം ഒരു മണി 12:30 ആയി. 1 മണിക്ക് ബസ് എടുക്കും. നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് ആകുമ്പോ അവര് ഇനി കുറച്ചു നേരം ഓർമ്മ വെള്ളം ശീലം TV, സിനിമ, ബെൽഗസൽ, കില്ലിപ്പ്, മ്യൂസിക്. നമ്മളിവിടെ എത്തിയല്ലോ. എന്നിട്ട് അവസാനം കയറിയില്ല. കാലാവസ്ഥ മോശമാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് 2 ദിവസം ഹോട്ട് എയർ ബലൂൺ പരിപാടിയുടെ നിർത്തി. ഇത്ര കലക്കി. പരിപാടി കഴിഞ്ഞ് വരുമ്പോ പൊട്ടിക്കാൻ പറ്റിയ ഷാമ്പയിൻ, പറത്തി വിടാൻ പറ്റിയ ബലൂണ്.
ഇതൊക്കെ നമ്മളെ നോക്കി വിഷമിച്ചിരിക്കുകയായിരുന്നു. ഹോട്ട് എയർ ബലൂൺ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് മഞ്ഞുമല കണ്ടിട്ട് വരാൻ തീരുമാനിച്ചു. നമ്മുടെ ഹോട്ട് എയർ ബലൂണിൻ്റെ പാക്കേജ് ടീമിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി നടക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ പുതിയ പരിപാടി ഹോട്ട് സ്പ്രിങ്സ് നേരിട്ട് കാണാനുള്ള പാക്കേജൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കൊരു മെച്ചമുണ്ടായി. അതായത് ഈ സ്ഥലത്തിൻ്റെ ഫുൾ സ്പോട്ടും കാണാനുള്ളത് എവിടെയാന്നൊക്കെ മനസ്സിലായി. ഇനി ഇതിൻ്റെ കുറച്ച് വിവരണം കേൾക്കാം. ഏത് കളറില്ലേ ആകാശം? ഇതാണ് നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വ്യൂ. ഇസ് ദിസ് ആക്ച്വലി ഒരു മഞ്ഞുമല അല്ല കേട്ടോ. ഇവിടുത്തെ തെർമൽ ഹോട്ട് സ്പ്രിങ്സ് ഉള്ള ഉപ്പ് പാറകളാണ് അതെല്ലാം. ഭയങ്കര വൈറ്റൻ മഞ്ഞല്ല. പക്ഷെ നമ്മൾ സാമൻ, തക്കാളി, ഓറഞ്ച്, ലാമ്പ് ഉള്ള കഴിക്കുന്നു. ഫ്രഷ് ലൈം സോഡ. നമ്മൾ വന്നുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റുകാർ ഇന്ത്യൻ പാട്ട് വരെ ഇട്ടു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മഞ്ഞുമലയുടെ മേലേക്ക് വിട്ടു. അതിൻ്റെ ഏറ്റവും മേലെ പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് താഴത്തേക്ക് ട്രക്ക് ചെയ്ത് വരാനാണ് തീരുമാനം. ഇപ്പോൾ പണ്ടത്തെ റോമൻ ബൈസന്റൈൻ പട്ടണമായിട്ടുള്ള ഹീറോപോളിസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നിന്ന് താഴെ പമുക്കലെ ഹില്ലിലേക്ക് ഇറങ്ങിപ്പോകും. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ പോയി അവിടെ ഇറങ്ങാമെന്ന്. പക്ഷെ ഇറങ്ങിക്കൂടാ. കാരണം ഇവിടെ പൈതൃക പട്ടികയിലുള്ള സ്ഥലമാണിത്. ലുക്ക് ഹൗ പ്രിറ്റി. ഞാൻ നിൽക്കണതിൻ്റെ ബാക്കിലുള്ള എല്ലാം ശവകുടീരങ്ങളാണ്. ശവകുടീരങ്ങൾ AD ആദ്യത്തെ നൂറ്റാണ്ടില്, രണ്ടാമത്തെ നൂറ്റാണ്ടിലൊക്കെ ഓരോരുത്തരെ കുഴിച്ചടക്കിയിട്ടേക്കണ സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തല്ലേ, എന്ത് ലൈഫല്ലേ. എക്സ്കവേഷൻ ഏരിയ ദിസ് സ്ഥലമേ കൊളാപ്സിന് ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഒരു ശപിക്കപ്പെട്ട ടൂമ്പിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കണത്. ഇതിന്റെ ഉള്ളിൽ ഒരു പുള്ളിക്കാരനും ആ പുള്ളിക്കാരന്റെ ഭാര്യയും. പുള്ളിയുടെ പേര് അപ്പോളിനേറിയോസ് ആൻഡ് ഹിസ് വൈഫ് നെറാഷ്യ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ പേരാ നിരാഷ്യ എന്നതിന്റെ ഇംഗ്ലീഷ് എന്തൊക്കെയോ വിളിച്ചറിയാം. അവരുടെ ടൂമ്പ. അവർക്ക് എന്തോ അസുഖം വന്ന് അവരുടെ മേത്ത് ശാപം വന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നിട്ട് ആ ശാപം അടുത്ത തലമുറയിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി കുഴിച്ചിട്ട് അതാണ് ഇപ്പോൾ കണ്ടത്. ശപിക്കപ്പെട്ട ടൂമ്പ് കല്ലറ. നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ആൾക്കാർ എക്സ്കവേഷൻ നടത്താം. AD 3 ഇതൊരു കുളിമുറിയായിരുന്നു ബേസിക്കലി. ഇപ്പം AD 6 ആയപ്പോഴത്തേക്കും അവരിതൊരു പള്ളിയാക്കി. അങ്ങനെ കുളിമുറി മോക്ഷം പ്രാപിച്ചു. കുളിമുറി ടേൺഡ് ഇൻ ടു പള്ളി. കുളിമുറി ബിക്കെയിം സെയിൻറ്റ് കുളിമുറി ഹമാം ബസലിക്ക എന്നാണ് തുർക്കിഷിൽ പറയാം. ഇതാണ് സിറ്റിയുടെ എൻട്രൻസ്. പറയാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടില്ലേ സിറ്റിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ സിറ്റിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ഭാഗത്തിൽ പോയി കുളിച്ച് ക്ലീനായിട്ട് ഇവിടെ നിന്ന് സോൾജേഴ്സ് എല്ലാം ഇവിടെ നിന്നിട്ട് ആൾക്കാർ കുളിച്ച് വൃത്തിയായിട്ടാണ് സിറ്റിയുടെ ഉള്ളിൽ കയറണമെന്ന് ഉറപ്പാക്കണമെന്നാണ് പറയണേ. ഭയങ്കര സെറ്റപ്പല്ലേ, പണ്ടത്തെ കക്കുസ. ഇതാണ് എൻട്രൻസ് എന്ന് വന്നിട്ട് സ്ട്രീറ്റ്. നേരെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കയറാൻ വേണ്ടി ടോയ്ലറ്റ്. ഇത് വേറൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. കാലാകാലങ്ങളായിട്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് ഹോട്ട് സ്പ്രിങ്സിൽ കൂടെ കാൽസ്യം കാർബണേറ്റ് അടിഞ്ഞാണ് പമുക്കല ഉണ്ടായത്. പമുക്കല വാക്കിന്റെ മലയാളം അർത്ഥം കോട്ടൺ ലാൻഡ്. മലയാളത്തല്ല, ഇംഗ്ലീഷ് അർത്ഥം കോട്ടൺ ലാൻഡ്. പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്നോണ്ട് ഇതൊക്കെ ചൂടുവെള്ളാട്ടോ. പമുക്കലയുടെ ആദ്യത്തെ സെക്ഷനാണിത്. ഇവിടെയാണ് ഞങ്ങൾ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കാണുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. തണുത്ത് സോക്സ് ഇടേണ്ടി വന്ന അവസാനം. അപ്പം ഇതാണ് പമുക്കലയുടെ ആദ്യത്തെ ഭാഗം. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഓൾസോ ഹോട്ട് സ്പ്രിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ വി ഡിസൈഡ് ടു ഹൈക്ക് ഡൗൺ. അതായത് ഏതെങ്കിലും ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ കണ്ടാലോ എന്ന് വെച്ചിട്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇനി ആരെങ്കിലും തൂക്കിക്കൊണ്ടായാലോ എന്ന് വെച്ചിട്ട്. പക്ഷെ വി റീച്ച് ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഇറ്റ് വാസ് ഓസം. നമ്മൾ പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ കണ്ടിട്ട് ഓരോരുത്തരായിട്ട് പിന്നാലെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദിസ് വാസ് സോ ഗുഡ്. അതായത് നല്ല ചൂടുള്ള വെള്ളം, ഈ മല, അത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ വി ഹൈക്ക് ലൈക്ക് ദിസ് താഴെ വരെ. താഴെ ഒരു ക്ലിയോപാട്ര പൂളൊക്കെ ഉണ്ട്. അത് ക്ലോസ്ഡ് ആയിരുന്നു, പക്ഷേ വി വെന്റ്. ഇങ്ങനെ തന്നെ താഴെ വരെ നടന്നുപോയി.
അയാളില്ലേ ബസ്സിന്റെ ഡ്രൈവർ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് വലിക്കാം. ഇവിടെ എല്ലാരെയും സിഗരറ്റ് കൾച്ചർ അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ പബ്ലിക് സ്പേസിൽ വലിക്കാൻ പാടില്ല എന്നൊക്കെ ആണെങ്കിലും നോബഡി കെയർസ്. എല്ലാരും വലിക്കും. ഓഫീസിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണെങ്കിൽ വലിക്കാം, ബസിന്റെ ഉള്ളിൽ നിന്നിട്ടാണെങ്കിൽ വലിക്കാം. ഇൻട്രസ്റ്റിംഗ് അല്ല. നെക്സ്റ്റ് ഡേ നമ്മൾ മെയിൻ തെണ്ടിത്തേരിന് നടക്കലായിരുന്നു. ആൻഡ് വി സ്റ്റാർട്ടഡ് ഇറ്റ് ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ കഫേ. നമ്മളൊരു സ്ഥലത്ത് ഡിസേർട്ട് കഴിക്കാൻ വന്നു. ജസ്റ്റ് കാഫേ സ്വീറ്റ് ഫാക്ടറി, അതാണ് ഈ കടറ പേര്. എന്തൊരു ഭംഗിയായ സ്ഥലം എന്നറിയുന്നു. നല്ല ഭംഗിയുള്ള കടയാണ്. കൊറേ എന്താ പറയാ പൂക്കള്, കൊറേ ചിത്രം വച്ച് വെച്ചേക്കുന്നു. വണപ്പക്കഞ്ചക്കറി. ഇത് മിറാങ് സാൻ സെബാസ്റ്റ്യൻ ചോക്ലേറ്റ് ചീസ് കേക്ക്. ഇത് ലെമണേഡ്. സാൻ സെബാസ്റ്റ്യൻ ചോക്ലേറ്റ് ചീസ് കേക്ക്. ഇത് മിറക് റോളോ. അത് മുട്ട ക്രീം, ഉള്ളിൽ കുറെ സ്ട്രോബെറി ഒക്കെ ഇഷ്ടമായില്ല. ഇത് കണ്ടോ 50 TL ബാത്റൂം ഉപയോഗിക്കാൻ ഇവിടുത്തെ 50 ടർക്കിഷ് ലീറ കൊടുക്കണം. നമ്മൾ ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് 10 ടർക്കിഷ് ലീറ കുപ്പിയാണ്. ഒരു കുപ്പി വെള്ളം അകത്തേക്ക് എടുക്കണേക്കാൾ ചെലവുണ്ട് വെള്ളം പുറത്ത് കളയാൻ. എങ്ങനെയുണ്ട് സാധനം? നമ്മൾ ഇവിടുത്തെ സെറാമിക് ഷോപ്പിലാണ് നിൽക്കണേ. എന്റെ സുവനീർ മേടിക്കാൻ വേണ്ടി കയറിയതാ. ഇതിൽ നടക്കുമ്പോൾ ഫുൾ കണ്ടോണ്ടിരുന്ന ഒരു കളറാണ് മറ്റേ ടെർക്കോയിസ് ബ്ലൂ കളറില്ലേ, അത്. അപ്പൊ ഇവിടുത്തെ ഒരു കളറില് ഇവിടൊക്കെ ഇങ്ങനെ കാണാം ഒരു ടെർക്കോയിസ് ബ്ലൂ കളർ. അപ്പോ ആ കളറിൽ ഒരു ചെറിയൊരു കപ്പും സോസറും കണ്ടു. അപ്പൊ ഞാൻ ആ കപ്പും സോസറും ചാമ്പി. Also on a side note, did you all see my necklace? This is full of rings necklace. So you collect things from those people? Yeah. People from Antalya? No, Kütahya, Istanbul, Antalya between about 400 kilometers. Okay, you too. Bye-bye. Bye. അങ്ങനെ അവസാനത്തെ ദിവസം നമ്മളത് ഐക്കോണിക് ടർക്കിഷ് ഹമാം ബാത്ത് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെയാണ് പരിപാടി നടന്നത്. ഇത് കണ്ടില്ലേ, ജോക്കറിന്റെ പോലെ ഫേസ് മാസ്ക് ഒക്കെ ചെയ്തിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞിട്ടിരിക്കുന്ന കോലാണ്. എല്ലാം കഴിഞ്ഞ് കുളിയും ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലോട്ട് കയറാൻ പോകുന്നത്. നമ്മള് ജൂഡൻ കേവിന്റെ ഉള്ളിൽ നിൽക്കണേ. ഇതാണ് വ്യൂ അവിടുത്തെ. ഇതുവരെ സകല വെള്ളച്ചാട്ടവും പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഒരെണ്ണത്തിന്റെ ഉള്ളിൽ കയറുന്നത്. അതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ് ആസ് വെൽ. ഇതാണ് ഇതിന്റെ ഏറ്റവും ഉള്ളിലത്തെ തറയൊക്കെ കാണുന്നത്. എന്തോ ഒരു വിയേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് മേലേന്ന് വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തോണ്ടിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ കാലാകാലായിട്ട് വെള്ളം വീണ് ചോർന്നോണ്ടിരിക്കുക. എന്നാണോ വെള്ളം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു കിട്ടിയാലേ ഞാൻ പുറത്തിറങ്ങിട്ട് മതി. ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മൾ ഈ വ്യൂ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഫസ്റ്റ് ഇൻസൈഡ് ഗുഹ പറയുകയാണ്. ഇൻസൈഡ് ദ കേവ് എക്സ്പീരിയൻസ് ഇസ് വെരി വെരി ഗുഡ്. അത്തിൽപറ്റ ഐ റെക്കമെൻഡ്. അങ്ങനെ നമ്മുടെ ട്രിപ്പും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ വെറുതെ ഒരു സ്ഥലം വരെ പോയപ്പോ കുറച്ച് ക്ലിപ്പ് ഇങ്ങനെ ചെറുതായി എടുത്തതാണ്. അത് കണ്ടിരുന്ന ഇത് ഞാനൊരു വീഡിയോ ആക്കുകയാണെങ്കിൽ, ഇതിന്റെ അറ്റം വരെ നിങ്ങൾ എത്തിയെങ്കിൽ കണ്ടിരുന്ന എല്ലാവരുടെയും ക്ഷമാശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. ബൈ ബൈ.